പ്രിയ രക്ഷിതാക്കളെ, കുട്ടികൾ കഥകൾ കേട്ട് വളരട്ടെ. അവർ കഥകൾ കേട്ട് മിടുക്കരായി വളരട്ടെ. അവരുടെ ചിന്താശേഷി വിശാലമാവുകയും ചെയ്യും. ഇന്ന് കച്ചുവിന് അപ്പൂപ്പൻ ഒരു അത്യാഗ്രഹിയായ കർഷകൻ്റെ കഥയാണ് പറഞ്ഞു കൊടുത്തത്. കച്ചു, സ്വർണ്ണമുട്ടയിടുന്ന താറാവിൻ്റെ കഥ കേട്ടിട്ടുണ്ടോ കച്ചു? അപ്പൂപ്പൻ ചോദിച്ചു. ഇല്ല അപ്പൂപ്പ, ഞാൻ ആ കഥ കേട്ടിട്ടേ ഇല്ല. എന്നാൽ ഞാൻ പറയാം, കേട്ടോളൂ. ഒരിക്കൽ ഒരിടത്ത് രാമപ്പ എന്നു പേരായ ഒരു കർഷകൻ ജീവിച്ചിരുന്നു. അയാൾ വിറക് വെട്ടിയും മറ്റ് ജോലികൾ ചെയ്തുമാണ് ജീവിതം പുലർത്തിയിരുന്നത്. എത്ര അധ്വാനിച്ച് ജീവിച്ചിട്ടും അദ്ദേഹത്തിന് തൻ്റെ കുടുംബം മുന്നോട്ട് പോകുവാൻ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. അത് കാരണം അദ്ദേഹം കുറച്ച് കോഴികളെയും താറാവിനെയും വാങ്ങി വളർത്താൻ തുടങ്ങി. അങ്ങനെ ആദ്യമായി താറാവിൻ കൂട്ടങ്ങൾ മുട്ടയിടാൻ തുടങ്ങി. അപ്പോൾ ആ താറാവിൻ കൂട്ടത്തിൽ ഒരു താറാവ് ഇട്ട മുട്ട എന്ന് പറയുന്നത് സ്വർണ്ണമുട്ടയായിരുന്നു. അപ്പോൾ ആ സ്വർണ്ണമുട്ട കിട്ടിയപ്പോൾ നമ്മുടെ രാമപ്പ എന്ത് ചെയ്തു എന്നോ, മറ്റുള്ള കോഴികളെയെല്ലാം വിൽക്കുകയും ചെയ്തു, മറ്റുള്ള താറാവിനെ എല്ലാം വിൽക്കുകയും ചെയ്തു. അങ്ങനെ രാമപ്പ സ്വർണ്ണമുട്ടയിടുന്ന താറാവിനെ മാത്രം വളർത്തി. അങ്ങനെ ഓരോ ദിവസവും ഓരോ സ്വർണ്ണമുട്ട രാമപ്പയ്ക്ക് കിട്ടുകയും ധാരാളം സമ്പാദിക്കുകയും ചെയ്തു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആ രാമപ്പ എന്ത് ചെയ്തു? രാമപ്പ സ്വന്തം വീടിനെ വലുതാക്കി. കുഞ്ഞുങ്ങളെയൊക്കെ സ്വർണത്തിൻ്റെ ആഭരണങ്ങളൊക്കെ അണിയിച്ചു. അപ്പോൾ ഒരു ദിവസം രാമപ്പയുടെ ഭാര്യ പറഞ്ഞു, നമ്മുടെ ഈ താറാവ് ദിവസവും ഓരോ സ്വർണ്ണമുട്ട തരുന്നുണ്ടല്ലോ, നമുക്ക് ഇതിൻ്റെ വയറ്റിൽ നിറയെ സ്വർണ്ണമുട്ടയായിരിക്കും, ഇതിൻ്റെ വയറൊന്ന് നോക്കാമോ? കീറി നോക്കിക്കഴിഞ്ഞാൽ നിറയെ സ്വർണ്ണമുട്ട കിട്ടും, നമുക്ക് നിറയെ പണവും കിട്ടും. അത്യാഗ്രഹിയായ രാമപ്പയുടെ ഭാര്യ പറഞ്ഞത് കേട്ട് രാമപ്പയുടെ താറാവിനെ വയറ് കീറി തുറന്നു നോക്കി. പക്ഷേ ആ വയറിനകത്ത് യാതൊരു മുട്ടയും കണ്ടില്ല. രാമപ്പ വളരെയധികം സങ്കടത്തോടെ പറഞ്ഞു, നമുക്ക് സ്വർണ്ണമുട്ടയും ഇല്ല, നമ്മുടെ താറാവും ഇല്ല, താറാവ് ചത്തും പോയി. അങ്ങനെ സ്വർണ്ണമുട്ടയിടുന്ന താറാവ് ചത്തുപോയി. അങ്ങനെ രാമപ്പയുടെ അത്യാഗ്രഹം അതോടുകൂടി നശിക്കുകയും ചെയ്തു. അത്യാഗ്രഹം കൂടിക്കഴിഞ്ഞാൽ ആപത്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും ഈ ഒരു പാഠം പഠിപ്പിച്ചു തരികയും ചെയ്യുന്നു. ഇന്നത്തെ കഥ ഇഷ്ടമായാൽ ഷെയറും ലൈക്കും കൊടുക്കണേ.